ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ ചെയ്യുന്നത് ഫ്രീസർ ക്ലീനിങ് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനായിട്ട് വേണ്ടത് കുറച്ച് വെള്ളവും വിനാഗിരിയും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പം 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പതപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് മാത്രം മതി. നമുക്കൊരു ടവൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫ്രീസറിനകമൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കിട്ടുന്നതായിരിക്കും. കാരണം ഡിഷ് വാഷും വിനാഗിരി ആകുമ്പോഴത്തേനും നല്ലൊരു മണവും കൂടിയാണ് അതിനകത്ത്. നല്ല രീതിയിൽ നമുക്ക് ഇത് മുക്കി തുടച്ചെടുക്കാനായിട്ട് പറ്റും. ഫ്രീസറിനകത്ത് നമ്മൾ ഇറച്ചി മീനൊക്കെ സ്ഥിരം വയ്ക്കുന്നതല്ലേ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. വിനാഗിരിയും കൂടെ ആകുമ്പോഴത്തേന് നല്ലൊരു മണവും കൂടിയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫ്രിഡ്ജിനകമെല്ലാം ഇതേപോലെ വെച്ച് തുടച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഫ്രീസർ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകമൊക്കെ നമുക്കിത് വെച്ച് തുടച്ചിട്ട് നമുക്ക് ഇതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കവർ, നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെട്ടിയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇറച്ചിയുടെ മീനിൻ്റെയൊക്കെ വെള്ളം അതിനകത്ത് ഇറങ്ങാതിരിക്കും. ഇപ്പോൾ കറണ്ട് പോകുമ്പോഴത്തേനൊക്കെ ഫ്രീസറിൽ നിന്ന് ഐസ് അലിഞ്ഞിട്ട് വെള്ളം കെട്ടിക്കിടക്കുമല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കവർ വെട്ടിയതിന് ശേഷം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു സ്മെല്ലൊന്നും അടിക്കില്ല. അപ്പം ഇതേപോലെ വെള്ളം കെട്ടിക്കിടക്കില്ല. അപ്പോൾ പ്ലാസ്റ്റിക് കവർ നമുക്കെടുത്ത് മാറ്റിയിട്ട് കഴുകി വയ്ക്കുകയോ അതല്ലെങ്കിൽ മാറ്റി കൊടുക്കുകയോ ചെയ്യാം. അതേപോലെ സൈഡ് ഡോറ് ഇതേപോലെ ഇളക്കിയിട്ട് ഇത് വെച്ച് തന്നെ തുടച്ചെടുക്കുക. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഫ്രിഡ്ജിനകം ഫുള്ളും ഇത് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫ്രീസർ മാത്രമാണ് കാണിക്കുന്നത്. വീഡിയോ ലെങ്തായി പോകുന്നതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എലിയെ തുരത്താൻ, മഴ സമയത്ത് ഭയങ്കര എലിശല്യമാണല്ലേ മുറ്റത്താണേലും എല്ലാം. അപ്പോൾ ഞാൻ 1 പിടി അരിപ്പൊടിയാണ് ഇതിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ഇതിന് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ മണം മൂക്കിലടിച്ചിട്ട് അത് വരികയും ചെയ്യും. എവിടെ ആണെങ്കിലും അത് മണത്തറിഞ്ഞ് വരും. അപ്പോഴത്തേനും നമ്മൾ ഈ അരിപ്പൊടിയിൽ മിക്സ് ചെയ്യുന്നത് മുളക് പൊടിയാണ്. അപ്പം മുളക് പൊടി, അതേപോലെ സോഡാപ്പൊടി, പിന്നെ വിനാഗിരി, നല്ലൊരു എഫക്റ്റാണ് ഇതിന്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നു. 1 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെ വയറ് കേടാകും. കാരണം വിനാഗിരിയും സോഡാപ്പൊടിയും അതേപോലെ തന്നെ നല്ല എരിവുള്ള മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി ഇട്ടിട്ട് കാര്യമില്ല, നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഇതിപ്പം കുറച്ച് വെള്ളം കുറവാണ്. ഇപ്പം ഞാൻ വിനാഗിരി മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. വിനാഗിരി അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സാക്കിയിട്ട് നമുക്ക് പേപ്പർ, നമ്മുടെ ന്യൂസ് പേപ്പർ, ഏത് പേപ്പറാണ് നമ്മുടെ കയ്യിലുള്ളത് അതിനകത്ത് ഈ ഒരു കൂട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലത്തെ പേപ്പർ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ വെള്ള പേപ്പർ വേണമെന്നൊന്നുമില്ല, ഏത് പേപ്പറാണേലും കുഴപ്പമില്ല. നമുക്ക് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് വെള്ളം പിടിച്ച് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് എവിടെയൊക്കെയാണോ എലിശല്യം, പല്ലിശല്യം, അപ്പോൾ പല്ലിക്കും ഇത് ഇഷ്ടമുള്ള മണമാണ്. അപ്പോൾ അത് മണത്ത് വന്ന് കഴിച്ചിട്ട് പോവും. പിന്നെ ആ പരിസരത്തോട്ടേ വരില്ല. കാരണം അതിൻ്റെ വയറ് കേടായിട്ട് പിന്നെ ആ ഭാഗത്തോട്ട് ഈ എലി പല്ലി ശല്യം നമുക്ക് കാണില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ പേപ്പറിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് മുറ്റത്ത് എവിടെയൊക്കെയാണോ പൊത്ത്, എലി വരുന്ന ഭാഗത്ത് എവിടെയൊക്കെയാണോ ഇതേപോലെ കഷ്ണങ്ങളാക്കി കീറിയെടുക്കുക. നമ്മൾ കത്രിക വെച്ച് മുറിച്ച് കീറിയെടുത്തിട്ട് നമുക്ക് ഓരോ പീസ് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. ഇതേപോലെ ആക്കിയിട്ട് കൊച്ചു പീസാക്കാം കേട്ടോ. അപ്പം ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ പല്ലിശല്യം, എലിശല്യം, അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വന്ന് കഴിച്ചിട്ട് പോയിട്ട് പിന്നെ ആ ഭാഗത്തോട്ടേ വരില്ല. ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്ഥിരം ഉപയോഗിക്കുന്ന ഫ്ലാസ്ക്, പ്രത്യേകിച്ച് കട്ടൻ ചായയൊക്കെ വെച്ച് പാൽ ചായയൊക്കെ ഒഴിച്ച് വെക്കുന്ന ഫ്ലാസ്ക് കറ പോകുന്നതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പേപ്പറാണ്. അപ്പോൾ ഏത് പേപ്പറാണേലും കുഴപ്പമില്ല. നമ്മൾ കടലാസ് ഇതേപോലെ ഒന്ന് കീറി എടുക്കുക. പേപ്പർ കഷ്ണം കീറിയെടുത്തതിന് ശേഷം നമുക്കിതിനകത്ത് വേണ്ടത് വിനാഗിരിയാണ്.
അപ്പം ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട, വെറും വിനാഗിരി മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ പേപ്പർ മുങ്ങുന്ന രീതിയിൽ വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പേപ്പർ വെച്ചിട്ട് തന്നെ ഫ്ലാസ്കിൻ്റെ ആ മുകൾ ഭാഗമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് വിനാഗിരി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് അതിൻ്റെ കറയെല്ലാം പോയി കിട്ടും. എന്നിട്ട് നമുക്ക് ആ പേപ്പർ വെച്ച് തന്നെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ആ മുകളിൽ. അപ്പോൾ പേപ്പർ ക്ലീനിങ്ങിന് പറ്റിയൊരു സാധനമാണ്. പ്രത്യേകിച്ച് വിനാഗിരിയും കൂടെ ആകുമ്പോഴത്തേനും ഫ്ലാസ്കിനകത്ത് എത്ര കറയുണ്ടെങ്കിലും കറയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇത് വെച്ച് ഞാൻ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ പേപ്പർ തന്നെ നമുക്ക് ഫ്ലാസ്കിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ, മുകൾ ഭാഗം എല്ലാം കറ പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലാസ്കിനകവും കൂടെ നമുക്ക് ഈ പേപ്പർ കഷ്ണം ഇട്ട് കൊടുത്ത് ആ വെള്ളം തന്നെ, വിനാഗിരി വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കാരണം അതിനകം ഒന്ന് നല്ല രീതിയിലൊന്ന് ഷേക്ക് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഫ്ലാസ്ക് തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, അതിനകത്തുള്ള കറയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പേപ്പർ കഷ്ണവും വിനാഗിരി വെള്ളം എല്ലാം നമുക്ക് അതിനകത്തുനിന്ന് മാറ്റാം. അപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എത്ര കറ പിടിച്ച ഫ്ലാസ്കും എത്ര പഴകിയ ഫ്ലാസ്കും നമുക്കതിനകം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.